എം.എൻ. കാരാശ്ശേരി മാഷിൻ്റെ സ്വർഗപ്രസ്താവന ഇസ്ലാം അപ്പോളജിസ്റ്റുകളെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്. നിത്യോനെ എന്നോണം മതിവരാതെ ഒരാൾ തന്നെ പല വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. പൊതുവിൽ ആധുനിക മാധ്യമത്തിൻ്റെ വരവോടുകൂടി ഇസ്ലാമിസ്റ്റുകളായ യുവത മതം വിട്ടു പോകുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അത് പ്രസംഗങ്ങളിൽ കൂടെ നമുക്ക് കേൾക്കാനും സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ കാരാശ്ശേരി മാഷിനെ പോലുള്ള ജനസമ്മതിയുള്ള ഒരാൾ ഇത്തരത്തിൽ സ്വർഗത്തെ വിമർശിക്കുന്നതിലൂടെ അള്ളാഹുവിനെയും മതത്തെയും തള്ളിപ്പറയുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ അത് സഹിക്കാൻ സാധിക്കും? ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ വളവള സംസാരിക്കുന്ന കുറേ ഉസ്താദന്മാർ, അവരെയൊന്നും നമ്മളിവിടെ കണക്കിലെടുക്കുന്നില്ല. പ്രധാനമായും ഒരു 4 പേരുടെ അഭിപ്രായങ്ങൾക്ക് ഉത്തരം പറയാമെന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നു. ഒന്ന്, റഫീഖ് സലഫി. എൻ്റെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ അദ്ദേഹം മുജാഹിദിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നു. പിന്നൊന്നത് ബാസിൽ അബ്ദുൽ, മറ്റൊരാൾ ബഷീർ ഫേസി, പിന്നെ ഒരാൾ ഡോക്ടർ അനിൽ വഹാബ്. കാരാശ്ശേരി മാഷ് പ്രധാനമായി ഉന്നയിക്കപ്പെടേണ്ട, ചോദ്യം ചെയ്യപ്പെടേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ലോകത്തെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ഒഴിച്ച്, മുസ്ലിങ്ങളിൽ തന്നെ എല്ലാ പേരുമില്ല, നമുക്ക് വലിയ പരിശോധിക്കാം, സ്വർഗത്തിലേക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ നീതികൾ, ജനാധിപത്യ വിരുദ്ധത, മാനവികത ഇല്ലായ്മ, റഹീം എന്നു പേരുള്ള അള്ളാഹുവിൻ്റെ കരുണയില്ലായ്മ, അതൊക്കെ അവിടെ മുഴലിച്ചു നിൽക്കുന്നത് കൊണ്ട് അത് അദ്ദേഹം ഊന്നിപ്പറയുകയും എടുത്തു പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട് കലിപൂണ്ട അവർ കുറേ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? നമുക്കൊന്ന് ചെറുതായി ഒന്ന് പരിശോധിക്കാം. റഫീഖ് സലഫി പറഞ്ഞത്, ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് നമുക്ക് പറയാനാവില്ല. ബാസിൽ പറഞ്ഞതും അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. ഇക്കാര്യത്തിൽ കാരാശ്ശേരി മാഷ് അഭിപ്രായം പറയാൻ യോഗ്യനല്ല. കാരണം അദ്ദേഹത്തിന് അറിയാൻ വഴിയില്ല എന്നുള്ളതാണ്. നമ്മുടെ ഡോക്ടർ അനിൽ മുഹമ്മദ്, അദ്ദേഹം പറഞ്ഞത്, ആദമിൻ്റെ മക്കളെ ആകെ അള്ളാഹു ആദരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അള്ളാഹു തീരുമാനിക്കുമെന്നാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് നിഷ്പക്ഷനായി നിന്നുകൊണ്ട് പറഞ്ഞ നിഷ്പക്ഷവാദം എന്നിരിക്കെ, നിങ്ങൾ നോക്കൂ, ഈ 4 പേരിൽ 3 പേര് കളവ്, ചതി, വഞ്ചന, ഒളിപ്പിച്ചു വയ്ക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അഭിപ്രായമാണ്. ആരാണെന്ന് പറയാനാവില്ല. കാരാശ്ശേരിക്കതറിയില്ല. മാത്രമല്ല, ആദമിൻ്റെ മക്കളെയൊക്കെ ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെന്നുള്ളത് അള്ളാഹു തീരുമാനിക്കുമെന്ന് ബഷീർ ഫൈസി ഒഴികെയുള്ള 3 പേരും സമർത്ഥമായ രീതിയിൽ കള്ളം പറഞ്ഞു വെച്ചു എന്നതാണ്. പക്ഷേ ബഷീർ ഫൈസി ഇക്കാര്യത്തിൽ കള്ളത്തരമില്ലാത്ത ഒരു നിലപാടെടുത്തു. അദ്ദേഹം പറഞ്ഞു, വിശ്വസിച്ചവർ മാത്രം, അള്ളാഹുവിൽ വിശ്വസിച്ചവർ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നൊരു വാസ്തവം ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു, കിതാബ് എന്ന് പറഞ്ഞു. അതുതന്നെയാണ് കളവില്ലാതെ, ചതിയില്ലാതെ, വഞ്ചനയില്ലാതെ, ആത്മാർത്ഥത കൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം സുന്നി ആയിരിക്കാൻ സാധ്യതയുണ്ട്. ബഷീർ ഫൈസി അദ്ദേഹം വിശ്വസിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്ന് കാരാശ്ശേരി മാഷിനെ അയാൾ അറിയാതെ തന്നെ പിന്തുണയ്ക്കുകയായിരുന്നു. നമുക്ക്
ഇത് മതം എന്തു പറയുന്നു എന്ന് നോക്കണ്ടേ? മതം എന്തു പറയുന്നു എന്ന് നോക്കണമെങ്കിൽ ഖുർആനെ നോക്കാനുണ്ട്, ഹദീസുകളെ നോക്കാനുണ്ട്. 500-ൽ പരം പ്രാവശ്യം സ്വർഗ നരകത്തെക്കുറിച്ചുള്ള വിവരണം ഖുർആനിലുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്വർഗത്തെക്കുറിച്ച് ഏകദേശം 250-ൽ പരം പ്രാവശ്യമുള്ള നീണ്ട പരാമർശങ്ങൾ ഖുർആനിൽ പല ആവർത്തിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതങ്ങനെ വേണം. കാരണം ഈ മതത്തിൻ്റെ അടിസ്ഥാനം കൊതിപ്പിക്കുക, പേടിപ്പിക്കുക, കോപ്പ. അതാണെങ്കിൽ ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നരകത്തെക്കുറിച്ച് പറയുമ്പോൾ കൊതിപ്പിക്കാൻ വേണ്ടി സ്വർഗ വിവരണം നൽകിയേ മതിയാവും എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ആരൊക്കെ പ്രവേശിക്കണം, ആരൊക്കെ പ്രവേശിക്കില്ല എന്നൊക്കെ പറയേണ്ടി വരും കോപ്പയുടെ ഭാഗമായി. 9-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ സൂറയിൽ പറയപ്പെടുന്നത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുകയും ചെയ്യുന്നവരാരോ അവരാണ് സ്വർഗത്തിന് അവകാശികൾ. ഇപ്പം കണ്ടീഷൻസ് ഉണ്ട്, എന്തിനും കണ്ടീഷൻസ് ഉണ്ടല്ലോ. ഈ കണ്ടീഷൻസ് എന്താണ്? ഒന്ന്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും, ഖിയാമ എല്ലാം അവസാനിപ്പിക്കുമെന്നുള്ള ആ അന്ത്യദിനത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, ലോകത്തെ ജനസംഖ്യയിലെ ബഹുഭൂരിപക്ഷം സ്വർഗത്തിൽ പോവില്ല എന്നും മാത്രമല്ല, മുസ്ലിങ്ങളിൽ പലരും പോവില്ല. ആരൊക്കെയാണ് അവർ? നമസ്കരിക്കാത്തവർ, സക്കാത്ത് കൊടുക്കാത്തവർ, അങ്ങനെ നബിചര്യയെ പിന്തുടരാത്തവരൊക്കെ. അതാണ് ഇവിടെ പറയുന്നത്. വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും മാത്രമല്ല, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സ്വർഗത്തിന് അവകാശികളെങ്കിൽ കാരാശ്ശേരി മാഷ് പറഞ്ഞതിൽ എന്താ തെറ്റ്? അപ്പോൾ റഫീഖ് സലഫിയും ബാസിലും, ഈ ബാസിൽ ഒരു ബുദ്ധിജീവി ചമയുന്ന ഒരു വിദ്വാനാണ്. എനിക്കെല്ലാം അറിയാമെന്ന ഒരു രീതിയിലാണ് വങ്കത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും വിളിച്ചോടി ആളുകളെ പറ്റിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് ഈ ബാസിൽ അബ്ദുല്ല. ഡോക്ടർ അനിൽ മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് നിഷ്പക്ഷ എന്നാണ്. സുഹൃത്തെ, നിഷ്പക്ഷം എന്നാൽ എന്തെന്ന് നിഘണ്ടു എടുത്ത് നോക്കു, പഠിക്കും. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇനി ഇവരുടെയൊക്കെ അഖില ലോക തലത്തൊട്ടപ്പനൊരാളുണ്ടല്ലോ, വളരെ പ്രസിദ്ധി അറിയിച്ച ഒരു അപ്പോളജിസ്റ്റ്, ഡോക്ടർ സക്കീർ നായക്. അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, രവീഷ് കുമാർ, അദ്ദേഹം ഇന്ത്യയിലെ ഹൈന്ദവരാൽ സംഘപരിവാരാൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. ഇവിടെ ഇരകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്, അതിലൊന്നും യാതൊരു സംശയമില്ല. അത് മതതീവ്രവാദം തലയ്ക്കകത്ത് കയറി ഭ്രാന്ത് മൂത്ത ചിലരൊഴിച്ചു കഴിഞ്ഞാൽ സാധാരണ മുസ്ലിങ്ങൾ കേരളത്തിൽ ഒഴികെ ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന ആളുകളും അവരങ്ങനെ നിൽക്കാൻ വിധിക്കപ്പെട്ടവരുമാണ് എന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ രവീഷ് കുമാർ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന് ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് സക്കീർ നായിക്കിനോട് ചോദിക്കപ്പെടും. അദ്ദേഹം പറഞ്ഞ നല്ല ഉത്തരം നോ, ഇല്ല എന്നാണ്. വളരെ ആത്മാർത്ഥതയോടുകൂടി ഇത് പറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തെ അറിഞ്ഞോ അറിയാതെയോ മൂടി വെച്ചുകൊണ്ട് തന്നെ ഒരു തീവ്ര മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി രവീഷ് കുമാർ അല്ല കൊലക്കൊമ്പനായാലും ശരി, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച് നിസ്കാരവും സക്കാത്തും കൊടുത്തില്ലെങ്കിൽ ഇങ്ങോട്ട് വേണ്ട. കാരാശ്ശേരി മാഷ് പറഞ്ഞത് തെറ്റോ ശരിയോ? 100% ഗ്രന്ഥം പറയുന്നു, അപ്പോളജിസ്റ്റുകൾ പറയുന്നു, ചരിത്രം പറയുന്നു എന്നിരിക്കെ കാരാശ്ശേരി മാഷിനെ കുതിര കയറാൻ വരുന്നവരുടെ ഉദ്ദേശം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇനി
മറ്റൊരു വളഞ്ഞ വഴിയിൽ കൂടി ഡോക്ടർ അനിൽ മുഹമ്മദ് അദ്ദേഹം പറയുന്നു, കരാശ്ശേരി മാഷ് സംഭാഷണ മധ്യേ പറയുന്നുണ്ട്, സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇച്ഛിക്കുന്നതെന്തും കിട്ടുമെന്നാണ്. ഇപ്പം ഡോക്ടർ അനിൽ മുഹമ്മദ് പറയുന്നത് കരാശ്ശേരി മാഷ് സ്വർഗത്തിലേക്ക് പോവുക, പോയിട്ട് അവിടെ നിന്നും ഇച്ഛിക്കുക. എങ്ങനെ? മഹാത്മാഗാന്ധിജി സ്വർഗത്തിലേക്ക് വരട്ടെ. മഹാത്മാഗാന്ധിജിക്ക് പരോൾ നൽകിക്കൊണ്ട് നരകത്തിൽ നിന്ന് തൂക്കിയെടുത്ത് സ്വർഗത്തിലേക്ക് അനയിക്കും. ഈ മഹാത്മാഗാന്ധിജി എന്ന വിദ്വാൻ നിസ്സാരക്കാരനല്ല, അയാൾ കുഴപ്പക്കാരനാണ്. ആഗോള സാമ്രാജ്യത്വത്തെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ച മനുഷ്യനാണ്. അയാൾക്ക് മാനവബോധമുണ്ടെന്നും ജനാധിപത്യ ബോധമുണ്ടെന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞു വരുന്നത്, കുബുദ്ധികൾ. ആ വിദ്വാനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ അയാൾ ആദ്യം ആവശ്യപ്പെടുക നരകം അടച്ചു പൂട്ടുക. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞതുപോലെ ക്വിറ്റ് ദ ഹെൽ എന്നായിരിക്കും അദ്ദേഹം അവിടെ പറയുന്നത്. അടച്ചു പൂട്ടേണ്ടി വരില്ല, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമല്ലേ. അപ്പം അള്ളാഹു ഉണ്ടാക്കിയ നരകമോ ഈ പറഞ്ഞ വാക്കുകളോ ഇതൊന്നും അനിൽ മുഹമ്മദിൻ്റെ തലയ്ക്കകത്ത് കയറാത്തത് അയാൾ നിഷ്പക്ഷനല്ല എന്നതുകൊണ്ട് മാത്രമാണ്. 42 അധ്യായത്തിൽ 46 വാക്ക്, അല്ലാഹു വഴി പിഴപ്പിക്കുന്ന പക്ഷം അവർക്ക് യാതൊരു രക്ഷയുമില്ല. അപ്പം അങ്ങനെയുള്ളവരെ കരാശ്ശേരി മാഷ് സ്വർഗത്തിൽ ചെന്നിരുന്നിട്ട് ആഗ്രഹിച്ചാൽ അള്ളാഹുവിൻ്റെ 42:46 ഗതി എന്താകുമെന്നുള്ളതാണ്. പുല്ലുവിലയോ? അത് സംഭവിക്കാൻ ഇടയില്ല എൻ്റെ ഡോക്ടർ അനിൽ മുഹമ്മദേ. ഇനി അള്ളാഹുവിന് ഒരിക്കലും പൊറുക്കാനൊക്കാത്ത ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഷിർക്കാണ്. എന്തായി ഷിർക്ക്? അള്ളാഹുവിന് പകരക്കാരനെ വെക്കൽ അല്ലെങ്കിൽ പങ്കു ചേർക്കൽ എന്നുള്ളത്. ഖുർആനിൽ ഉടനീളം ഈ വിലാപം നമുക്ക് കേൾക്കാൻ സാധിക്കും. എനിക്ക് പങ്കാരുമില്ല, ഞാനാണ്, ഐ ആം ദ ഓൺലി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനല്ലാതെ മറ്റാരാധ്യനില്ല എന്ന് തീർത്തും അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കുന്ന ഒരു വിലാപകാവ്യം നമുക്ക് ഖുർആനിലുടനീളം കാണാൻ സാധിക്കുമെങ്കിൽ ഷിർക്ക് ബഹുദൈവ ആരാധനയാണ്, അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കണം. അപ്പം ബഹുദൈവ ആരാധകരൊക്കെ നരകത്തിൽ പോകുമെങ്കിൽ കരാശ്ശേരി മാഷ് പറഞ്ഞതാണ് 100% ശരി എന്നുള്ളത് അവിതർക്കിതമായി ഇവിടെ തെളിയില്ല. തർക്കമുണ്ടോ? നമുക്കൊന്ന് തർക്കിച്ചു നോക്കാം, ഗ്രന്ഥം വെച്ച് നമുക്ക് സംസാരിക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് അത് പറയുന്നത് റഫീഖ് സലഫിയാണ്. അദ്ദേഹം പറയുന്നു, സ്വർഗത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. നോ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഹെവൻ. അത്രയ്ക്ക് അജ്ഞാതമായ ഒരു കാര്യമാണ്. ബഷീർ ഫൈസി ഒരു അല്പക്കൂടെ മയപ്പെടുത്തി പറയുന്നുണ്ട്, കാരാശ്ശേരി സ്വർഗം മനസ്സിലാക്കിയതിൽ തെറ്റുകൾ പറ്റിപ്പോയി എന്ന്. മാഷിൽ തെറ്റി എന്നുള്ളതാണ്. ഡോക്ടർ അനിൽ മുഹമ്മദ് ഈ കളവിൻ്റെയും വഞ്ചനയുടെയും ചതിയുടെയും ഒളിച്ചു കിടത്തലിൻ്റെയും ആശാനാണ് ഈ ഡോക്ടർ നിഷ്പക്ഷൻ അനിൽ മുഹമ്മദ്. അദ്ദേഹം പറയുന്നത് 13:35 സങ്കല്പിക്കാനൊക്കാത്തതാണ് സ്വർഗമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഞാനത് റെഫർ ചെയ്തില്ല, അതുകൊണ്ട് എനിക്കിവിടെ പറയാൻ സാധ്യമല്ല. പക്ഷേ ആധികാരികത എന്താണ് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? അതായത് ഈ കോപ്പ കൊതിപ്പിക്കൽ, പേടിപ്പിക്കൽ, ഈ കൊതിപ്പിക്കലിൻ്റെ ഭാഗമായി എത്ര ഭംഗിയായിട്ടാണ് സ്വർഗവിവരണം ഖുർആനിലുള്ളതെന്നറിയുന്നു. 250 പരം പ്രാവശ്യം മങ്ങിങ്ങായി സകല വിവരണങ്ങളും, അതായത് ആ ഖുർആൻ്റെ ഒരു മട്ടും രീതിയും വെച്ചുകൊണ്ട് പറയാവുന്നതിൻ്റെ പരമാവധി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഖുർആനിൽ എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടില്ല സുഹൃത്തെ. നിസ്കരിക്കാൻ എത്ര വേണം, നേരം വേണമെന്ന് പറഞ്ഞിട്ടില്ല. റംസാനിൽ നോമ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്ര ദിവസമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യത്തിൽ ഇരുട്ടിൽ തപ്പാൻ വേണ്ടി ആളുകളെ വിട്ടുകൊണ്ട് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു അവകാശവാദമുണ്ട്. എല്ലാം ഞാൻ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്, ലളിതമാണ് എന്നുള്ളത് അവാസ്തവമാണ്. കോൺട്രാഡിക്ഷനാണ് ഖുർആൻ്റെ മുഖമുദ്ര എങ്കിൽ
സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതിൽ ചിലത് മാത്രം, ഒരു നുള്ള് നമുക്കൊന്ന് പരിശോധിക്കാം. 2-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യം, മഞ്ചത്തിൽ അവർക്ക് ചാരിയിരിക്കുമെന്നാണ്. അത്യുഷ്ടമുണ്ടാവില്ല, മിത ശീതോഷ്ണ കാലാവസ്ഥ. പ്രഭാതവേളകളിലെ സൂര്യൻ ഉദിച്ചു പൊൻകുമ്പോഴുള്ള വസന്തകാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു തണുപ്പും ചൂടുമില്ലാത്ത ഒരു സുന്ദര അവസ്ഥ. ഇതൊക്കെ മരുഭൂമിയിലുള്ള ആൾക്ക് സങ്കല്പിക്കാൻ പറ്റി, അവരെ കൊതിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളെന്നേ പറയാനുണ്ട്. ഇനി സ്വർഗ പരിപാലകർ ഉണ്ടാകും, നമ്മളൊന്നും ചെയ്യാൻ, എല്ലാം പരിപാലകർ വന്ന് ചെയ്തോളും. നിത്യ യൗവനമുള്ള ബാലന്മാർ അവിടെ ഉണ്ടാകും. ഇതിനെക്കുറിച്ച് ചില ബുദ്ധികൾ പറയുന്നത് സ്വർഗരതി എന്നൊക്കെയാണ്. ഞാൻ പറയാൻ ആളല്ല, എനിക്കറിയില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പറയാൻ കാരണമുണ്ട്. അവർ മുത്തുമണി പോലെ എന്നൊരു വിശേഷം കൂടെ അവിടെ ചേർക്കപ്പെടുന്നതാണ് ഈ കുബുദ്ധികൾക്ക് അങ്ങനെയൊക്കെ പറയാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തത്. ഇനി മറ്റൊന്ന് പറയുന്നുണ്ട്, വിശുദ്ധരായ ഇണകൾ അവിടെയുണ്ട്. ഈ 4 പേരിൽ ഒരാൾ, ആരെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, പറഞ്ഞത് കരാശ്ശേരി മാഷ് 72 ഹൂറികൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല. പക്ഷേ ഞാൻ കരാശ്ശേരി മാഷിൻ്റെ പക്ഷം പിടിക്കുന്നു. കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധരായ ഇണകൾ അല്ലെങ്കിൽ തരുണികൾ. ഇണകൾ ഒന്നിലധികം. നബിക്ക് ഒന്നിലധികമല്ല 9 ഇണകളുണ്ട്. സാദാ സീത മുസൽമാന് 4 ഇണകളെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചില കണക്കുകളൊക്കെ പറയും. 94 36, 36 72, ഒന്ന് കുറച്ചാൽ 71. അത്രയും ഊറികളെ ഈ ഖുർആൻ്റെ കണക്കുകൾ മാത്തമാറ്റിക്കൽ മാജിക് പറയും. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ 71 എന്ന് പറയാൻ കാരണം ഖുർആനിൽ വ്യക്തമായി തരുണികളുടെ എണ്ണം പറയാൻ വിട്ടുപോയത് കൊണ്ടാണ് ഈ കരാശ്ശേരി മാഷിനെപ്പോലുള്ള കുബുദ്ധികൾ ഇങ്ങനെ 71 എന്നൊക്കെ പറഞ്ഞ് നമ്മെ കളിയാക്കുന്നത് എന്നുള്ള വസ്തുതയാണ് ഇവിടെ കാണാൻ സാധിക്കും. 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ, ഉദ്യാനത്തിലെ പഴം പോലെ ഇഹലോകത്തെ പഴം. അതായത് അറബി പഴത്തിന് ദൗർബല്യമുണ്ട്, വെള്ളത്തിന് ഇല്ലായ്മയുണ്ട്, അത്യുഷ്ടമാണ്. ഇതിൽ നിന്നൊക്കെ ഒരാൾ നല്ലതിനെ സങ്കല്പിക്കുകയാണെങ്കിൽ ആ ഭാവനയിൽ വരുന്ന കാര്യമാണ് ഇഹത്തിലെ ആപ്പിൾ പോലെ അവിടെയും ആപ്പിൾ കിട്ടും എന്ന്. 76-ാമത്തെ അധ്യായം 5 മുതൽ 6 വരെ. ഒരു തരം മദ്യം കുടിക്കുന്നു, അതിൻ്റെ ചേരുവ കർപ്പൂരമായിരിക്കും എന്നതാണ്. ഈ മദ്യവും കർപ്പൂരവും തമ്മിലുള്ള ബന്ധം മദ്യപാനിയോ അല്ലെങ്കിൽ മദ്യവിരുദ്ധനോ, മദ്യപാനി അല്ല മദ്യവിരുദ്ധനായ എനിക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് 3-ാമത്തെ പോയിന്റിലേക്ക് വരാം. അതായത് ഇതിൽ 2 പേരാണ് ഏകാഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പല കാര്യങ്ങൾക്ക് ഇവർക്ക് വിരുദ്ധ അഭിപ്രായമാണ്. അത് ആ ലോകത്തെ ഒരു സ്വഭാവമാണ്. മനുഷ്യരായാലും അങ്ങനെയാണ്. പക്ഷെ അവരവകാശപ്പെടുന്ന അങ്ങനെയൊന്നുമല്ല. അതിനും അള്ളാഹു ഇങ്ങനെയൊക്കെ ആകും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് തുടങ്ങിയാകെ പറയും. പോട്ടെ, ദൈവത്തിന് നന്ദി കാണിക്കണം റഫീഖ് ഫൈസി, നന്ദി കാണിക്കണം ഡോക്ടർ അലിം മുഹമ്മദ്. ഇനി മാലോകർ, മുസ്ലിങ്ങളല്ലാത്തവർ അള്ളാഹുവിന് നന്ദി കാണിക്കണമോ എന്ന് ഖുർആൻ നോക്കിയൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2:118 മുതൽ 119 വരെ. അതിനാൽ നരകത്തിന് അവകാശികൾ ആയിക്കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഉപദേശിക്കാൻ നബിയെ നിങ്ങൾ ബാധ്യസ്ഥനല്ല. തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ്. സത്യനിഷേധികൾ, നരകത്തിൽ സ്ഥിരവാസികൾ. ഈ നരകത്തിന് സ്ഥിരവാസമുറപ്പിച്ച മഹാത്മാഗാന്ധിജി അള്ളാഹുവിന് നന്ദി പറയാൻ റഫീഖ് ഫൈസിയും ഡോക്ടർ അനിൽ മുഹമ്മദും ആവശ്യപ്പെടുന്നത് തൊലിക്കട്ടി അപാരമായി വേണം എന്നുള്ളത്. 2:161 മുതൽ 162 വരെ. സത്യനിഷേധം കൈക്കൊള്ളുകയും
നിഷേധമായി കൊണ്ട് തന്നെ ജീവിതം ഒടുക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ ശാപം പേർന്നവർ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നതാണ്. ഇനി വളരെ രസാവഹമായ ഒരു കാര്യം 57-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ സൂറയായി പറയുന്നു, ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതല്ലാതെ ഭൂമിയിലോ നിങ്ങളിലോ ഒന്നും സംഭവിക്കില്ല. അതായത് ലൗഹുൽ മഹ്ഫൂദ് എന്ന ഒരു അത്യുഗ്ര ഗ്രന്ഥത്തിൽ എല്ലാം അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, അതിനുള്ള കഴിവ് അവനുണ്ട് എന്നാണ്. അപ്പം മഹാത്മാഗാന്ധിജി ആരായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, എവിടെ പോകണം? 700 കോടികളിലെ 130 കോടി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നവരൊക്കെ എന്താകണം, എവിടെ പോകണമെന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട് കഴിഞ്ഞാൽ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു, ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. അങ്ങനെയുള്ള ആളുകൾ, ഡിസിഷൻ എടുക്കപ്പെട്ട ആളുകൾ, എന്നെ കാരാഗൃഹത്തിൽ അയക്കാൻ തീരുമാനിച്ച ആളുകൾ ഞാൻ നന്ദി പറയണമെന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്നാണ് നമുക്ക് പറയേണ്ടി വരിക. ഇനി ബാസിലും റഫീഖും ഒരുമിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവർ രണ്ടുപേരും യുവ നേതൃത്വ നിരയിൽ നിൽക്കുന്ന തിളങ്ങുന്ന പ്രവൃത്തികളാണ്. അവരാണ് ഇപ്പം മുജാഹിദൊക്കെ ഇവരെ നിർത്തിയാണ്, പടുകിഴവന്മാരെയൊക്കെ മാറ്റിക്കൊണ്ട് ഇവരാണ് ഇപ്പം ഫൈറ്റ് ചെയ്യുന്നത്. ബാസിലും റഫീഖും പറയുന്നത്, നിങ്ങളിതൊന്നും ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന് കുഴപ്പമൊന്നുമില്ല, അള്ളാഹുവിൻ്റെ മഹിമയ്ക്ക് കുറവോ കൂടുതലോ ഒന്നും നിങ്ങളുടെ ഈ വിശ്വാസവും അള്ളാഹുവിനെ ബാധിക്കും. നല്ല കാര്യം, ഓക്കെ. പിന്നത്തിനപ്പോൾ നരകം? ഞാൻ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിന് ഒരു കുഴപ്പമില്ല, പിന്നെ എൻ്റെ നരകത്തിലിടാൻ കാരണം ഒന്ന് പറഞ്ഞതാ, നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം അക്കാര്യത്തിൽ. പിന്നെ ഒരാൾ പറയുന്നത് തിന്മകൾക്ക് ശിക്ഷ വേണ്ടേ എന്ന്. ഹിറ്റ്ലറെയാണ് ഉദാഹരിക്കുന്നത്. അതായത് ഹിറ്റ്ലർ ഹോളോകാസ്റ്റിൽ ലക്ഷങ്ങളെ കൊന്നൊടുക്കി, അയാൾക്ക് ശിക്ഷ വേണ്ടേ എന്നാണ്. എടോ മനുഷ്യ, അയാൾക്ക് ശിക്ഷ കൊടുക്കണമെങ്കിൽ ഇവിടെ വെച്ച് ശിക്ഷ കൊടുത്ത ഹോളോകോസ്റ്റിന് മുമ്പ് അയാളിൽ തുറുങ്കിലടക്കുകയോ നരകത്തിലാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ രക്ഷപ്പെടില്ലേ? രോഗത്തിന് മരുന്ന് രോഗി ജീവിച്ചിരിക്കുമ്പോഴാണ്. മരിച്ചതിന് ശേഷം മരുന്ന് കൊടുക്കുന്നത് വിഡ്ഢിത്തമെന്ന് പറയാതെ പറയേണ്ടി വരും. ഇനി നമ്മൾ ബാസിൽ അബ്ദുല്ലയും മറ്റേ ജമാഅത്തെ മുജാഹിദിൻ്റെ ആളും പറയുന്നത്, ഈ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതിലുപരി അവർ പറയുന്നത്, ഇത് ഭൂലോകത്തെ സംഗതി പോലൊന്നുമല്ല ഖുർആൻ, അല്ല സ്വർഗത്തിൽ. അതൊക്കെ വേറെയാണ്, ലെവൽ വേറെയാണ്. അതൊന്നും നിങ്ങൾക്ക് സങ്കല്പിക്കാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല. വേണ്ട. അവർ പറയുന്നുണ്ട് പലരും, കാരാശ്ശേരി മാഷ് സ്വർഗം വേണ്ടെങ്കിൽ വേണ്ട. എടാ, അയാൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ നിങ്ങൾ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അത് ഈ തികട്ടി വരുന്ന എന്താ പറയുക നികൃഷ്ടതയുടെ ഭാവമാണ്, തികട്ടി വരുന്ന വല്ലായ്മയുടെ ഭാഗമായിട്ടാണ്. അതൊക്കെ അവർ പറയുന്നുണ്ട്. അവർ പല ഭാഗത്തും ഇതൊക്കെ അവരറിയാതെ തന്നെ പൊയ്മുഖമെടുത്ത് അണിഞ്ഞാലും പൊട്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം വേണ്ടെങ്കിൽ വേണ്ട, ഓക്കെ. പക്ഷേ ഭൗതിക ലോകത്തെ പോലെയല്ല എന്ന് ഇവരൊക്കെ ആണയിട്ട് പറയുമ്പോൾ നമുക്ക് ഗ്രന്ഥത്തെ തന്നെ പരിശോധിക്കാം. പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ, അതിൽ എന്ത് പഠിക്കാം, എന്നിട്ട് വിമർശിച്ചു നോക്കാം. 78-22 തോട്ടം, മുന്തിരിവള്ളി, വയസ്സത്വ തരുണിയൊക്കെ ഉള്ളു. ഭൂമിയെ പോലെ അല്ലേ ഇതൊക്കെ? സ്വർഗത്തിലെന്താ ഇതൊക്കെ ഇല്ല കനിയോ? ഇവിടെ ഉള്ളത് തന്നെയാണ് തോട്ടം. ഇവിടെ ഇല്ലാത്തത്, കിട്ടാത്തത്, ആഗ്രഹമുള്ളത്, മറ്റു പ്രദേശങ്ങളിലുള്ളത് അവിടെ ആഗ്രഹിച്ചു. ഇപ്പം ഇവിടെ അവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിരത്തി വെച്ച കട്ടിലും അഴകേറിയ തരുണികളും. എന്താ മനസ്സിലാക്കാൻ പറ്റില്ലേ? ഇത് ലളിതമാണ് ഖുർആൻ. ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇറക്കി കൊടുക്കപ്പെട്ടതാണ്. 52-20 പറയുന്നുണ്ട്. ബാസിലും അബ്ദുല്ലയൊക്കെ പലതും പറയും, നമുക്കതൊന്നും കാര്യമാക്കാനില്ല. അവർ ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. പാവം. നിരത്തി വെച്ച കട്ടിലും അഴകേറിയ താഴ്വരകളും. ഭൂമിയെ പോലെ ആണോ? അല്ല എന്നുള്ളത് നിങ്ങളുടെ സങ്കല്പമാണ്. പക്ഷെ ഖുർആൻ പറയുന്നത് വെച്ച് ഞങ്ങൾക്ക് ഇവിടത്തെ പോലെ മനസ്സിലാക്കാനും കൂടി സാധിക്കുമെന്നാണ് കാരാശ്ശേരി മാഷിന് വേണ്ടി എനിക്ക് പറയാനുണ്ട്. ഇനി 52-24
അവർ മദ്യചഷകം തട്ടിപ്പറിക്കും. They will exchange with one another cup of wine. മദ്യചഷകം തട്ടിപ്പറിക്കുമെന്നാണ്. എന്തായത് ഈ തട്ടിപ്പറിക്കലൊക്കെ? അത് മദ്യമൊക്കെ ഈ ഭൂമിയിലുള്ളതല്ലേ? ഇതല്ലേ ഖുർആൻ പറയുന്നത്? ഒന്നുകിൽ നിങ്ങൾ പറയുന്ന വാസ്തവമാണെങ്കിൽ ഈ ഖുർആൻ പറയുന്ന അസത്യമാകണം. അതങ്ങനെ ആകാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. ജനകോടികൾ അറിയാതെ വിശ്വസിക്കുകയും വായിക്കാതെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഇതാണ് പ്രമാണമെങ്കിൽ ഭൂലോകം പോലെ ആണോ? ഞാൻ തഫ്ഹീം നെറ്റിൽ പോയി നോക്കി ഇതിൻ്റെ അർത്ഥം. അവർ ഈ തട്ടിപ്പറിക്കും വെയിൻ എന്നുള്ളതൊക്കെ മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ വന്ന തഫ്സീറിലൊക്കെ ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അതൊക്കെ മുക്കി വെളുപ്പിച്ച കുട്ടിയാണ് നമ്മുടെ മുമ്പിൽ വരുന്നു എന്നുള്ളതാണ്. 44:53. നിർമ്മിച്ച പട്ടും കട്ടിയുള്ള പട്ടും വസ്ത്രമായി ഉപയോഗിക്കും. ഭൂമിയിലതുപോലല്ല, സങ്കല്പിക്കാനൊക്കില്ല എന്നാണ് ആധുനിക യുവ പണ്ഡിതനായ സർവവിജ്ഞാനകോശം ബാസിലൊക്കെ പറഞ്ഞു കളയുന്നത്. 43:71. സ്വർഗത്തിൽ തളികയും കോട്ടുകളുമുണ്ട്, അത് സ്വർണ്ണ നിർമ്മിതമാണ്. 19:62. അവർക്കവിടെ രാവിലെയും വൈകുന്നേരവും ഉപജീവനമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവിടെയും രാവിലെയും വൈകുന്നേരവും ഉണ്ട്. അവിടെയും ഉപജീവനം വേണ്ടി വരുമെങ്കിൽ ഇത് സങ്കല്പിക്കാനാക്കാത്തതാണ്. ഇവിടത്തെ പോലെയില്ല അവിടെ എന്നൊക്കെ പാമരന്മാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് നിങ്ങളുടെ കൂടെ നിർത്താമെന്നല്ലാതെ വിവേകമുള്ള ലോകത്ത് കാരാശ്ശേരി മാഷിനെ പോലെ ചിന്തിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരുമെന്നുള്ളത് ഈ ഗ്രന്ഥം വെച്ച് തന്നെ നമുക്ക് തെളിയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അള്ളാഹുവിൽ വിശ്വസിച്ചു, അന്ത്യദിനത്തിൽ വിശ്വസിച്ചു, അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടു, നിസ്കരിച്ചു, സക്കാത്ത് കൊടുത്തു, നോമ്പ് നോറ്റു, പണമുള്ളതും ആരോഗ്യമുള്ളതുമായ ആളുകൾ ഹജ്ജിന് പോയി. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമോ? ഇല്ല. ഇനി മറ്റൊന്നുണ്ട്, സിറാത്തിൽ മുസ്തഖീം എന്നൊരു പാലമുണ്ട്. അടിയിൽ തീയാണ്. ഒന്ന് വഴുതിയാൽ നരകത്തിലേക്ക് വീഴും. അവിടെ വീഴുന്ന അത് മുസ്ലിംസ് മാത്രം നടന്നാണ്. മറ്റോമാർക്ക് നടക്കേണ്ട കാര്യങ്ങൾ നേരെ ഡയറക്റ്റ് പോസ്റ്റിംഗ് ആണ് നരകത്തിലേക്ക്. സ്പെഷ്യൽ പോസ്റ്റിംഗ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നരകത്തിലേക്ക് ആളെടുക്കുക. അത് കഴിഞ്ഞു. അവരെയൊക്കെ ലോകത്തെ ജനിച്ചു വീണ ഇതുവരെയുള്ള ഭൂരിപക്ഷം ആളുകൾ ഇനിയും ജനിക്കാൻ പോകുന്നതിൽ ഭൂരിപക്ഷമായിരിക്കാം. ഇനി ഇസ്ലാം ഇതൊക്കെ പിടിച്ചു വിഴുകുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെ ഇപ്പത്തെ നില വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്ത് ജനിച്ചു വീണ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളെയും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി നരകത്തിലേക്ക് ഇട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള മുസ്ലിംസ് അവർ ഈ സിറാത്തുൽ മുസ്തഖീം പാലത്തിലൂടെ നടക്കണം. അടിയിൽ തീയാണ്, നരക തുല്യമാണ്, നരകം തന്നെയാണ്. അതിൽ വീഴുന്ന മുസ്ലിങ്ങളെ കുറേ കാലം കഴിഞ്ഞു വന്നു നബി റെക്കമെൻഡ്. അപ്പോൾ അവർക്ക് ക്ഷാമമോക്ഷം കിട്ടുകയും അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഈ സിറാത്തുൽ മുസ്തഖീമിൻ്റെ കനം മുടിയേക്കാൾ ചെറുതാണെങ്കിലും അതിൻ്റെ കനം ഇരുതല മൂർച്ചയുള്ള വാള് പോലെ ആയിരിക്കും എന്നുള്ളതാണ്. നരകത്തെക്കുറിച്ചും ഒരുപാട് വിവരണമുണ്ട് കേട്ടോ. ഒന്ന് ചുരുക്കി നോക്കാം. 69:29. 70 മുഴമുള്ള ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും. മുളത്തിൻ്റെ അളവ് വരെ എത്ര മുഴമുണ്ടാകുമെന്നതിന് വ്യക്തമായി പറയുമ്പോൾ ഇങ്ങനെയല്ല അങ്ങ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് കൈ വെച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചീഞ്ഞഴിഞ്ഞ ദുർനീരാണ് ഭക്ഷണമായി കൊടുക്കുക. ഇനി നരകം എന്തെന്ന് ചോദിച്ചാൽ 50-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, നരകം അള്ളാഹുവിനോട് ചോദിക്കുമെന്ന്. ഇനിയുമുണ്ടോ ആളുകൾ? തികയുന്നില്ല. അതിന് സീറ്റിംഗ് കപ്പാസിറ്റി കൂടുതലാണ്, മിച്ചം വന്നു ടിക്കറ്റ്. അപ്പം അത് ചോദിക്കും, ഇനിയുമുണ്ടോ ആളുകൾ? ജിന്നുകളും മനുഷ്യരും എന്നിവരെ കൊണ്ടു നിറയ്ക്കും എന്നാണ്. ഈ നിറച്ചതിന് ശേഷമാണ് സഹിക്കാനൊക്കാതെ നരകം ചോദിക്കുന്നത്, ഇനിയുമുണ്ടോ ആളുകൾ? അതിൽ സ്ഥിരവാസമായിരിക്കും. അവിടെ വീണ്ടും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യില്ല. എപ്പോഴും അവിടെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ചർമ്മം വെന്തുപോയാൽ വീണ്ടും ചർമ്മം ഉണ്ടാക്കി കൊടുക്കപ്പെടും.
ഒരു ആധുനിക ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ സൃഷ്ടിക്കണമെന്ന് വെച്ചു. എന്നൊരു സങ്കല്പം, ഒരു ചിന്താ പരീക്ഷ നടത്തുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഞാൻ ആരാണ്? എൻ്റെ കൈയല്ല, എൻ്റെ കാലല്ല, എൻ്റെ ശരീരമല്ല, എൻ്റെ മസ്തിഷ്കമാണ്. ഒരു 1350 ഗ്രാം വരുന്ന ജെല്ലി. ഇതിന് വേദനയുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു മരുന്ന് കുത്തിവെച്ചാൽ മതി, വേദനയുടെ അങ്ങേ അറ്റമായിരിക്കും. തീയൊന്നും വേണ്ടേ വേണ്ട. വേദന എന്ന ഒരു ബോധം, ഒരു വികാരമുണ്ടല്ലോ മസ്തിഷ്കത്തിന്, അത് ജ്വലിപ്പിച്ചാൽ പോലെ നരകം വേണ്ടി വരില്ലല്ലോ. അങ്ങനെയൊന്നും ചോദിച്ചു കളയരുത് എന്നുള്ളതാണ്. ഇനി നബി പറഞ്ഞ ഒരു ഹദീസുണ്ട്. ഹദീസിനെ പരാമർശിക്കുന്ന പോകുന്നത് വലിയ തെറ്റല്ലേ? ഈ ഹദീസാണ് വെളിച്ചം. ഇരുട്ടിൽ തപ്പുന്ന ആളുകൾക്ക് വെള്ളി വെളിച്ചമാണ് ഹദീസ്. ഒരു ഹദീസിൽ പറയുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നരകവാസികളെന്ന് നബി കണ്ടു. പാവം സ്ത്രീകളെ വിട്ടില്ല എന്നുള്ളതാണ്. അവർ എളുപ്പത്തിൽ തെറ്റുകൾ ചെയ്യുന്നവരാണെന്നാണ് കണ്ടെത്തൽ. എവിടെ നിന്നാണ് ഈ കണക്ക്? എന്താണ് ഇതിന് അടിസ്ഥാനം? അതൊന്നും പാട്രിയാർക്കൽ മനോഭാവം പേരുന്ന ഒരാളോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഞാൻ ചുരുക്കുകയാണ്. റഫീഖ് സലഫി മറ്റൊരു പറഞ്ഞ കാര്യം, മരണാനന്തര ജീവിതമുണ്ട്. അത് ഗർഭസ്ഥ ശിശുവിന് പിന്നീട് വരുന്ന ലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാത്തതുപോലെ കരാശരി മാസ്ക് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. റഫീഖെ, ഗർഭസ്ഥ ശിശു മനുഷ്യനല്ല. അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ പൂർണ്ണ വികാസം ഉണ്ടായാൽ മാത്രമേ, അതുവരെ അത് മനുഷ്യ ശിശു ആണെങ്കിലും മനുഷ്യനൊന്ന് കണക്കൂട്ടാനാവില്ല. മനുഷ്യൻ്റെ പ്രത്യേകത അത് ഈ കറി വയ്ക്കാനായിട്ട് തെങ്ങിൽ വിളയുന്ന കൊച്ചങ്ങ ആദ്യം ഉണ്ടാകുന്നത് പൂവിന് ശേഷം, അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ കൊച്ചങ്ങ എന്ന് പറയുക. അതാരെങ്കിലും തേങ്ങ എന്ന് പറഞ്ഞ് കറി വയ്ക്കൂ? ഇല്ല, തേങ്ങ ആയാലേ കറി വയ്ക്കാനൊക്കുള്ളൂ. അതുകൊണ്ട് ഇനി അബ്ദുല്ല ഫാസിൽ പറയുന്ന മറ്റൊരു വളരെ പ്രായോഗികമായ ഒരു നിർദ്ദേശം അങ്ങനെ ഭയങ്കരമായി പറഞ്ഞു. അതായത് നരകത്തിൽ ആളുകൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ സ്വർഗത്തിലേക്കില്ല എന്ന് മാഷ് പറഞ്ഞതിന് നിങ്ങൾ പെൻഷൻ വാങ്ങിക്കുന്നല്ലോ, അതിനെ അങ്ങ് ഉപേക്ഷിക്കൂ എന്നാണ്. എത്ര വലിയ കണ്ടുപിടുത്തം നോക്കും. ഇവിടെ അധ്വാനിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ആൾക്ക് ആധുനിക സമ്പ്രദായത്തിനകത്ത് സർക്കാരിനെ സേവിച്ച ആൾ പിന്നീട് ജീവിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന ഒന്നാണിത്. അത് ഉപേക്ഷിക്കാൻ ഒരു ജനാധിപത്യവും പറയുന്നില്ല. ജനാധിപത്യം മര്യാദയുമല്ല, ജനാധിപത്യം അംഗീകരിച്ച് വേണ്ട എന്ന് തീരുമാനിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അപ്പം തീരുമാനിക്കും. അങ്ങനെയാണെന്ന് നമ്മുടെ നാട്ടു നടപ്പും രീതികളുമൊക്കെ. അത് ഉപേക്ഷിക്കാം. ഇനി അദ്ദേഹം ഉപേക്ഷിച്ചാലോ ഒക്കെ തീരുമോ? ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും വേണ്ടേ? ഇപ്പം നരകത്തിലിട്ട് ഇങ്ങനെ പൊരിച്ചു വാക്കുകയാണ്. വാട്ട് ഈസ് ദ പർപ്പസ്? അതുകൊണ്ട് എന്താ ഗുണം? നോൺസെൻസാണിത്. ഇങ്ങനെ മനുഷ്യൻ ഭൂമിയിൽ തെറ്റ് ചെയ്യുമ്പോൾ അവനെ കൊണ്ടിട്ട് നരകത്തിലേക്ക് വാട്ടി വലിച്ചെടുക്കുന്നത് കൊണ്ട് there will not be no purpose at all. ഒരു നോൺസെൻസാണ്. അതുപോലെ നോൺസെൻസായി മാറും അദ്ദേഹം പെൻഷൻ വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ എന്നുള്ളതാണ്. ഇനി ബഷീർ ഫൈസി പറഞ്ഞ ഒരു കാര്യം, അത് ഡോക്ടർ അനിൽ മുഹമ്മദും പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ ശിക്ഷിക്കപ്പെട്ടവരുണ്ട്, അതുകൊണ്ട് നിങ്ങൾ താമസം കരാശരി മാഷെ ജയിലിലേക്ക് മാറ്റുക. ഇത്ര അപഹാസ്യം! ഇതൊക്കെ അകത്തുള്ള തികട്ടി വരുന്ന വേദനയിലും സങ്കടത്തിൻ്റെയും അമർഷത്തിൻ്റെയും കോപത്തിൻ്റെയും ബഹിസ്ഫുരണങ്ങളാണ്. എന്താണ് ശിക്ഷ? എന്തുകൊണ്ടാണ് ശിക്ഷ? എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടണം എന്നൊക്കെയുള്ള സാമാന്യ മര്യാദയുടെ അർത്ഥം അറിയാത്തത് കൊണ്ട് അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ അവരെ ജയിലിൽ നിന്ന് തുറന്നു വിടുവോ? ഇനി ജയിലിൽ നിന്ന് തുറന്നു വിടുന്ന ഒരു കാലഘട്ടം വരും. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. ഇനി ഒരു കടുത്ത വെല്ലുവിളിയും ഒരു ഭീഷണിയും നമ്മുടെ ബഷീർ ഫൈസി ഉയർത്തിക്കളയുന്നു. അദ്ദേഹം കരാശേരി ജമാഅത്തിനോട് പറയുന്നു, ഇവൻ മരിച്ചു വന്നാൽ പള്ളിമുറ്റത്ത് അടക്കരുത്, മയ്യത്ത് നിസ്കരിക്കരുത്. ഈ മരിച്ചുപോയ ഒരു മൃതശരീരം എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് മരിച്ചുപോയ ആളൊഴിച്ചുള്ള ബാക്കിയുള്ള ആളുകളുടെ സംസ്കാര ബോധ നിലവാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്താണ് ബഷീർ ഫൈസി പറയേണ്ടത്?
കാരാശ്ശേരി മാഷിനെ പോലുള്ള ഒരാൾ ഇനി എന്തെല്ലാം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാലും അദ്ദേഹം മരിക്കുമെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ അദ്ദേഹത്തെ അടക്കാൻ തയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് കാരാശ്ശേരി മാഷിൻ്റെ മനസ്സ് വരുന്ന ഒരു ബഷീർ ഫൈസിയെ നമുക്ക് കാണാൻ സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കോപത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, സൈഗേഡിൻ്റെയൊക്കെ ബഹിഷ്കരണമായിട്ട് വളരെ താക്കീത് നൽകുകയാണ്. അടക്കാൻ പറ്റില്ല, മയ്യത്ത് നിസ്കരിക്കില്ല എന്നുള്ളതൊക്കെ. അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. സമയക്കുറവുകൊണ്ട് ഞാൻ വളരെ ചുരുക്കുകയാണ്. അതായത് വളരെ നിഷ്പക്ഷനായ ഡോക്ടർ അനിൽ മുഹമ്മദ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ കാരണങ്ങൾ, അതായത് കാരാശ്ശേരി മാഷ് പറഞ്ഞ കാരണങ്ങൾ കേട്ടപ്പോൾ അയാൾക്ക് വിമ്മിഷ്ടം തോന്നി എന്നാണ്. നിങ്ങൾക്ക് വിമ്മിഷ്ടം തോന്നത്തക്ക രീതിയിലുള്ള വാസ്തവങ്ങളാണ് പകൽപോലെ വെളിച്ചത്തിൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിൽ സത്യത്തെ നിഷേധിക്കാത്തവർ, പഠിക്കുന്നവർ, പഠിച്ചവർ അത് ഉറക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വിമ്മിഷ്ടം ഉണ്ടായില്ലെങ്കിലേ ഉള്ളൂ അതിശയമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളെ സൃഷ്ടിക്കുന്നു, അവർ ചോദിക്കാതെ സൃഷ്ടിക്കുന്നു, അവർ എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നു, അവിടെ നരകത്തിലേക്ക് അയക്കുന്നു. അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാംസ്കാരിക നായകനെതിരെ വിമർശിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് തന്നെ അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ വെറുതെ വിദ്വേഷം കൊണ്ടല്ല, നിങ്ങൾ പറയുന്നത് പോലെ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി നോക്കിക്കാനുള്ള മനസ്സുകൊണ്ടാണ്. ആ ഭാഗത്താണ് കാരാശ്ശേരി മാഷും ഞാനും ഉള്ളത്. ഒരു ദൈവമുണ്ടെങ്കിൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. സംശയമുള്ള ആളാണ് കാരാശ്ശേരി മാഷ്. ഒരു നരകവും സ്വർഗവും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അള്ളാഹു റഹ്മാനുർ റഹീം എന്നാണ് ശരിയെങ്കിൽ, ശരിയാകാൻ വഴിയില്ല. ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് പിശാചിനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല, നരകത്തെ ഉണ്ടാക്കാനേ സാധ്യമല്ല. കരുണ കൊണ്ട് അയാൾ മാപ്പ് നൽകുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അയാൾക്ക് എന്നാ ഛേദം. അപ്പോൾ നരകം എന്നുള്ളത് നോ പർപ്പസ് സെർവിങ്, സ്വർഗം എന്നുള്ളത് നിങ്ങളുടെ സങ്കല്പത്തിലെ ഭാവനാ സൃഷ്ടിയാണെങ്കിൽ ആ ഭാവനാ സൃഷ്ടിയിലെ പോരായ്മകളാണ് കാരാശ്ശേരി മാഷ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതത്തെ വിമർശിക്കുന്നത്. നിങ്ങൾക്ക് വിമർശിക്കാം. നിങ്ങളുടെ വിമർശനത്തിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വിമർശനത്തെ അതേ രീതിയിൽ സ്വാഗതം ചെയ്യുകയും പുനർചിന്തനത്തിന് വിധേയമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ഇനി 13.8 ചാനലിലേക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.